നീ എന്താ ഇവിടെ നിൽക്കുന്നത്? അല്ല, നമ്മൾ തമ്മി തല്ലിച്ചത്ത സ്ഥലമല്ലേ, ഒന്നുകൂടെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച്. അന്ന് നീ എന്നെ തല്ലി കൊന്നാലെന്തടാ? അതിലൂടെ എൻ്റെ പാർട്ടി, എൻ്റെ നേതാവ് പല പോലെ വളർന്നില്ലേ? എടാ, പ്രേതമായിട്ട് പോയി കൊല്ലാൻ പറ്റുമായിരുന്നുണ്ടെങ്കിലേ നിന്റെ നേതാവിൻ്റെ വീട്ടിൽ പോയി അങ്ങേരെ ഞാൻ കൊന്നേനെ. ആഹാ, നീ ഇപ്പൊ ചത്ത് ശവമായി പോയി. അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നേനെ. നീ കൊല്ലൂടാ? ആ കൊല്ലൂടാ. എൻ്റെ പാർട്ടിക്കും എൻ്റെ നേതാവിനും വേണ്ടി ഞാൻ ഇപ്പൊ നിന്നെ കൊല്ലൂടാ. അന്നൊന്ന് കാണണല്ലോ പാടാ. നിന്റെ നേതാവ് വരുന്നടാ. ആഹാ, എൻ്റെ നേതാവ് ഉണ്ടല്ലോ കൂടെ. ഈ ഇടയ്ക്ക് നിന്റെ ഒരു അനി മരിച്ചില്ലേ? അവിടെ പോയായിരുന്ന? പിന്നെ 2 ബാഗിൽ വിക്സാ കഴിഞ്ഞ കണ്ണീർ കൊടുക്കാനായിട്ട്. അല്ല, അന്ന് തന്നെയല്ലേ നിന്റെ ഒരെണ്ണത്തിനും പറ്റിയത്? ഓ, നീ പോയില്ലേ? പോവുകയും ചെയ്തു. അന്തസ്സായിട്ട് ഒരു റീത്തും വെച്ച്. റോസാപ്പൂവിൻ്റെ? റോജാപ്പൂവിന്റെ പ്ലാസ്റ്റിക്. റോജാപ്പൂവിനൊക്കെ ഭയങ്കര വില. സത്യം എനിക്കും തോന്നി. പിന്നെ ഒരു കാര്യമുണ്ട്, അവന്മാർ രണ്ടും പോയതോടുകൂടി നമ്മളും വളർന്നു, നമ്മുടെ പാർട്ടിയും വളർന്നു. ആകെ കൂടിൻ്റെ ഉപകാരം അത് മാത്രമാണ്. ഇനി ഒരു 2-3 എണ്ണത്തെ കൂടെ നമുക്ക് വീഴ്ത്തണം. എടുത്തണം, എന്നാലേ 2 നിലയുടെ പണി കഴിയൂ. ഇപ്പൊ 2 എണ്ണം അടിച്ചാലോ? നല്ല തീരുമാനം. വാ. ഇവന്മാർക്ക് വേണ്ടിയാണോ നമ്മൾ തമ്മി തല്ലിച്ചത്തത്? പോയപ്പോൾ ആർക്ക് പോയി? നമ്മുടെ കുടുംബക്കാർക്ക് പോയി. ഇവന്മാർക്കൊക്കെ വേണ്ടതേ AC റൂമിലെ തണുപ്പാണ്. നമ്മളെപ്പോലുള്ള പാവപ്പെട്ട അണികൾക്ക് പറഞ്ഞിട്ടുള്ളതേ മോർച്ചറിയിൽ തണുപ്പാണ്. സത്യം. നമുക്ക് പോവാടാ. ഇതുപോലുള്ളവന്മാർ വന്ന് കല്ലറ കിടക്കുന്നതിന് മുമ്പ് നമുക്ക് പോയി കിടക്കാം.